പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷപൂർണമായ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഭാര്യയും ഭർത്താവും വളരെ സന്തോഷപൂർണമായിട്ട്, വളരെ പങ്കാളിത്തത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒക്കെ ജീവിച്ചു പോകുന്നത്. ഇതുപോലെ തന്നെ പ്രണയബന്ധത്തിലും കാമുകി കാമുകന്മാർക്കിടയിൽ ഒരു വിശ്വാസവും അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് വേണ്ടത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിന് വിപരീതമായിട്ടായിരിക്കും. പലപ്പോഴും ജീവിതത്തിൽ പരസ്പര വിശ്വാസമോ അല്ലെങ്കിൽ പരസ്പര സ്നേഹമോ ഇല്ലാതെ എപ്പോഴും പ്രശ്നങ്ങളും ബഹളവും അടിയും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം ആകെ മൊത്തം താറുമാറായി കഴിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഡൈവേഴ്സുകളുടെ ഒരു തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പര സ്നേഹമോ പരസ്പര ധാരണയോ ഒന്നും തന്നെ ഇല്ലാതെ വിവാഹ ജീവിതത്തിന്റെ എല്ലാ മാധുര്യവും നഷ്ടപ്പെട്ട് രണ്ട് വ്യക്തികൾ പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവസാനം അത് ഡിവോഴ്സിൽ കലാശിക്കുകയും ചെയ്യും. പലപ്പോഴും വിവാഹശേഷമായിരിക്കും ഭർത്താവിന് തോന്നുന്നത്, ഇവൾക്ക് ഞാൻ വിചാരിച്ചത്ര സൗന്ദര്യമില്ല, ഫീച്ചേഴ്സ് ഒന്നും നല്ലതല്ല, ഇവളെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി കൊള്ളാത്ത ഒരുത്തിയാണ്, ഞാനിതെങ്ങനെയോ ഇതിൽ അകപ്പെട്ടു പോയതാണ്, ഇവളെക്കാളും സുന്ദരികളായിട്ടുള്ള എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് ഞാൻ ഇവളെ വിവാഹം കഴിക്കേണ്ടി വന്നല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പല വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യും. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലാകട്ടെ, സ്ത്രീകളും ഇതുപോലെ തന്നെ വിവാഹശേഷം വിചാരിക്കും, ഞാൻ സ്വപ്നം കണ്ട രീതിയിലുള്ളൊരു പങ്കാളിയേ അല്ല, ഇയാൾക്ക് വളരെയധികം കുറവുകളൊക്കെ ഉണ്ട്, ഇയാളെപ്പോലെ ഒരാളെ അല്ല ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് പ്രതീക്ഷിച്ചത്, ഇദ്ദേഹത്തിനൊരു സ്നേഹവും ഇല്ല, എന്നെ ഒരു കെയറും ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ട് പല അവിഹിത ബന്ധങ്ങളിലോട്ട് പോകുന്നവരുണ്ട്. അല്ലാതെ വിവാഹ ജീവിതത്തെ വെറുത്ത് പിന്നെ പെട്ടുപോയി എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. ഇവരാകട്ടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ രണ്ട് തട്ടിലായിരിക്കും ജീവിക്കുക. ഇനിയൊരു കൂട്ടരാവട്ടെ ഇവർക്ക് പങ്കാളിയോട് വളരെയധികം ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് യാതൊരു സ്നേഹവും ഉണ്ടാവില്ല. ഇവരെ ഒരു രണ്ടാം തരക്കാരായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അവരോട് ഒരു ആത്മബന്ധവും പുലർത്തുന്നതുമല്ല. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പങ്കാളികൾ തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പമോ അല്ലെങ്കിൽ ഒരു വശ്യത്വമോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ രണ്ട് കമിതാക്കൾ തമ്മിൽ ആദ്യമായി ഉണ്ടായിരിക്കേണ്ടത് വശ്യത്വമാണ്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും ഒപ്പം ഇവരെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വശ്യത്വം, പരസ്പര ആകർഷണം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വിവാഹ ജീവിതം സന്തുഷ്ടകരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കാളികൾ തമ്മിലുള്ള വശ്യത്വം നിലനിർത്തുന്നതിനും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗമാണിത്. ഇത് ഒരു ഔഷധ കൂട്ടുകൂടിയാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് വെറും 3 കാര്യങ്ങളാണ്. 1 സ്പൂണ് തേയില. ഈ 1 സ്പൂണ് തേയില എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണ് തേയിലയ്ക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് പറയുന്നത്. 1 സ്പൂണ് തേയില എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 മുക്കുറ്റിയുടെ പൂവ്. മുക്കുറ്റിപ്പൂവ് എന്ന് പറയുമ്പോൾ മുക്കുറ്റിയുടെ മുകളിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടാവും. ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് 7 പൂക്കൾ എടുക്കുക. ഒപ്പം 1 കർപ്പൂരം നിർബന്ധമില്ല, പിന്നെ ഇതൊന്ന് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർപ്പൂരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂട്ട് വെച്ചിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ മെഴുകുതിരി കൊണ്ട് കത്തിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരി നനച്ച് അത് വെച്ച് കത്തിക്കാം, അങ്ങനെയൊക്കെ കത്തിക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള പൊടി ഈ ഒരു കൂട്ടിലേക്ക് വീഴും. അതുകൊണ്ടാണ് ഞാൻ അതിന് പകരമായിട്ട് കർപ്പൂരം തന്നെ പറഞ്ഞത്. അതാവുമ്പോൾ ഇത് നന്നായിട്ട് കത്തി കിട്ടുകയും ചെയ്യും, അതിൻ്റെ പൊടിപടലങ്ങളൊന്നും അതിലധികം ഉണ്ടാകത്തില്ല. അപ്പോൾ കർപ്പൂരം ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കർപ്പൂരം തന്നെയായിരിക്കും. അപ്പോൾ ഇനി ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്പൂണാണെങ്കിൽ ഈ അളവുകൾ കൂട്ടാവുന്നതാണ്. മുക്കുറ്റിയുടെ അളവ് ഇപ്പോൾ 7 പറഞ്ഞത് 2 സ്പൂണ് തേയിലയാവുമ്പോൾ 14 എണ്ണം എടുക്കേണ്ടി വരും. അങ്ങനെ അളവ് കൂട്ടി നമുക്ക് കൂട്ട് തയ്യാറാക്കാൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. പാത്രമല്ല, ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇത് കത്തിക്കുമ്പോൾ ആ ഇല കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു പാത്രമായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തിട്ട്
1 സ്പൂണ് തേയില ഇടുക. അതിന്റെ മുകളിലേക്ക് 7 മുക്കുറ്റിയുടെ പൂക്കൾ വയ്ക്കുക. ഒപ്പം ഒരു കർപ്പൂരവും കൂടെ വെച്ചിട്ട് കത്തിച്ചു കൊടുക്കുക. അത് ചേർത്ത് വെച്ച് കത്തിക്കുക. കത്തിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് കത്തി കരിഞ്ഞു വരുന്നതായിരിക്കും. ഇനി ഇതിനെ നമ്മൾ ഒരു പാത്രത്തിൽ, തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. ആ പാത്രത്തിലാക്കുന്നതിന് മുമ്പ് ഇത് തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഈ മുക്കുറ്റിയുടെ പൂക്കളൊക്കെ കത്തിയതെല്ലാം നന്നായിട്ട് ഈ തേയിലയുടെ കരിയിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഞെരടി യോജിപ്പിക്കുക. ഇനി ഇതിനെ ഒരു ടിന്നിലാക്കി വെക്കുക. ഇനി നിങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സിന്ദൂരം തൊടാറില്ലേ? ഈ സിന്ദൂരത്തിനൊപ്പം ഇതിൽ നിന്ന് അല്പം പൊടിയും കൂടെ എടുത്ത് നന്നായിട്ട് കയ്യിലിട്ട് കുഴച്ചിട്ട് അതിലോട്ട് അല്പം നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് കുഴയ്ക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം അത് നമ്മുടെ നെറ്റിയിൽ തൊടാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു കുറിക്കൂട്ട് നിങ്ങൾ നെറ്റിയിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള വശ്യത്വം വളരെ ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് നിങ്ങളോടൊരു വല്ലാത്ത അട്രാക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 2 പേർക്കും ഈ ഒരു കുറിക്കൂട്ട് നെറ്റിയിൽ തൊടാവുന്നതാണ്. പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊന്നും ഇത് തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. കുട്ടികളിത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു വശ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുറിക്കൂട്ടായതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവരിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കേണ്ടതാണ്. മാത്രമല്ല, നിങ്ങളിത് കുഴച്ചെടുക്കുമ്പോൾ ബാലൻസ് വന്നത് കുട്ടിയുടെ നെറ്റിയിലൊന്നും തൊട്ട് കൊടുക്കരുത്. അത് കഴുകിക്കളയുക. നിങ്ങളുടെ നെറ്റിയിൽ തൊട്ടതിന് ശേഷം ബാക്കിയുള്ളത് കഴുകിക്കളയുക. ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ കുറിക്കൂട്ട് നെറ്റിയിൽ തൊട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അലർജി പോലെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിലോ നെറ്റിയിൽ കളർ വ്യത്യാസം വല്ലതും വരികയോ ചൊറിച്ചിലോ മറ്റോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഇത് തുടർന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാര്യം ഈ ഒരു വശ്യത്വം നിങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ മുന്നോട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. എന്തു തന്നെ ആയാലും വളരെ പൗരാണികമായിട്ടുള്ള ഒരു വശ്യ കുറിക്കൂട്ടാണിത്. പക്ഷേ ഈ ഒരു കുറിക്കൂട്ടിൻ്റെ രഹസ്യം പലരിലും അവരിൽ മാത്രമായിട്ട് ഗോപ്യമായി ഇരുന്നതുകൊണ്ടാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് അറിവില്ലാതെ പോയത്. എന്തായാലും ഈ ഒരു കുറിക്കൂട്ടുണ്ടാക്കാൻ പഠിച്ച സ്ഥിതിക്ക് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഒരു ഊഷ്മളകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്ക് നിങ്ങളോടുള്ള വശ്യത്വം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായകരമാകുന്നതാണ്. അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു അറിവാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. ഒപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ മഠത്തിൽ നടക്കുന്ന ശാക്തേയമായ പൂജകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം എന്നിവ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും കൂടി, എന്ന് വെച്ചാൽ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹവും കൂടി ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പൂജാവേളയിൽ നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെ കൂടി സമർപ്പിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അറിവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും മംഗളങ്ങൾ ഉണ്ടാവട്ടെ.